ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് തൊട്ടിട്ടുള്ള ഇതുവരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. എൻ്റെ ഒരു യൂട്യൂബ് ജേണിയാണ്. ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബ് എന്ന് പറയുമ്പോൾ ഭയങ്കര സിമ്പിളാണ്. നമ്മൾ വീഡിയോ എടുക്കുക, അപ്ലോഡ് ആക്കുക, നമുക്കതങ്ങനെ വീഡിയോ പോയിക്കോളും, കറക്റ്റ് അങ്ങ് കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങ് പോയിക്കോളും. കുറച്ചങ്ങ് ഇടുമ്പോഴേക്കും നമുക്ക് ഏണിങ്സ് ഒക്കെ വന്നു തുടങ്ങും എന്നുള്ളതൊക്കെയാണ് ഞാൻ ചിന്തിച്ചിരുന്നത് കേട്ടോ. പക്ഷേ അത് സത്യം പറഞ്ഞാൽ ഒക്കെ തെറ്റായിട്ടുള്ള ധാരണ എന്നുള്ളത് മനസ്സിലാക്കി ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഏകദേശം 3 വർഷമായിട്ടും എനിക്ക് വാച്ച് അവേഴ്സ്, ഞാൻ ഡെയിലി ഷോർട്സാണ് അപ്ലോഡ് ആക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ എന്താ പറയുക, സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കുഴപ്പമില്ല, വലിയതായിട്ടൊന്നും അല്ലെങ്കിലും ഒരു 6500 എത്തിയിട്ട് കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ലോങ് വീഡിയോ ഒരു മാസത്തിൽ 2 ലോങ് വീഡിയോ ഇടുക. അതും ലോങ് വീഡിയോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ 3 മിനിറ്റ്സ് വരെയുള്ള വീഡിയോ ഷോർട്സ് ആയിട്ടാണല്ലോ കണക്കാക്കുന്നത്. പക്ഷേ അത് വെർട്ടിക്കൽ ഇതിലെടുത്ത് കഴിഞ്ഞാൽ ഷോർട്സും, ഹൊറിസോണ്ടലായിട്ട് എടുത്തു കഴിഞ്ഞാൽ ലോങ്ങുമാണ്. പക്ഷേ ഞാൻ ഹൊറിസോണ്ടലായിട്ട് എടുത്തിട്ടുള്ള ലോങ് വീഡിയോ 2 മിനിറ്റിൻ്റെ ഒക്കെയാണ് ഞാൻ അപ്ലോഡ് ആക്കിയിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് വാച്ച് അവേഴ്സ് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. 10 മിനിറ്റ്സ് എബോവ് ഉള്ള വീഡിയോ ആകുമ്പോഴാണ് നമുക്ക് വാച്ച് അവേഴ്സ് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഷോർട്സ് ഇങ്ങനെ അപ്ലോഡ് ആക്കുമായിരുന്നു. ഒരു 2 വർഷം മുമ്പൊക്കെ, അല്ല 1 വർഷം മുമ്പൊക്കെ ഷോർട്സ് നമുക്ക് ഈ ഒരു മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയയൊക്കെ ഇൻക്ലൂഡ് ആക്കിയില്ലായിരുന്നു. കാരണം അന്ന് ഷോർട്സ് ഒന്നിനും, അതായത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ യൂസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ കറക്റ്റ് വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ലോങ് വീഡിയോ തന്നെ ഡെയിലി അപ്ലോഡ് ആക്കി കഴിഞ്ഞാൽ നമുക്ക്, അതും 10 മിനിറ്റ്സ് എബോവ് ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല, 50 വ്യൂസോ 100 വ്യൂസോ ആയിക്കോട്ടെ, നമുക്ക് ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ആക്കുമ്പോൾ യൂട്യൂബ് റെക്കമെൻഡേഷനിലോട്ട് പോയിട്ട് പിന്നെ അങ്ങനെ കുഴപ്പമില്ല. പിന്നെ നല്ല തംബ്നെയിലും ടൈറ്റിലും അട്രാക്റ്റ് ചെയ്യുന്ന തംബ്നെയിലും ടൈറ്റിലും കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് എക്സൈറ്റഡ് ആവുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ ടൈറ്റിലും തംബ്നെയിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആളുകൾ ക്ലിക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് വൈറലാവാൻ പറ്റും. പക്ഷേ എനിക്കിവിടെ കാര്യമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും കിട്ടാറില്ലാത്തതുകൊണ്ട് ഞാൻ ഡെയിലി കുക്കിങ്ങും കാര്യങ്ങളുമാണ്. അപ്പോൾ ഈ ഒരു യൂട്യൂബ് വരുമാനമാകായിട്ട് കാണുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നല്ല തംബ്നെയിലും ടൈറ്റിലും കൊടുക്കുക. പിന്നെ നല്ല, എന്താ പറയുക, നമ്മുടെ യൂട്യൂബിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുക. പക്ഷേ അത് ഷോർട്സ് മാത്രമായിട്ട് ചുരുങ്ങി പോകരുത്. ലോങ് വീഡിയോ ഡെയിലി അപ്ലോഡ് ആക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഷോർട്ട് വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് ഡെയിലി ഒരു, എന്താ പറയുക, 10,000 വ്യൂസ് ഉണ്ടായാൽ പോലും 10 മില്യൺ വ്യൂസ് 3 മാസത്തിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര പാടാണ്. പിന്നെ വല്ല വീഡിയോയും വൈറലായിട്ട് 10 മില്യണൊക്കെ പോകണം. ഞാൻ ഇത്രയും കാലം 3 വർഷം ഇട്ടിട്ടും ചില വീഡിയോ, ഒരു വീഡിയോ 400 പോയിട്ടുണ്ട്. അത് അവിടെ സ്റ്റക്കായി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പോയിട്ടില്ല. പിന്നെ ചില വീഡിയോ 10K പോയി, ചില വീഡിയോ 5K പോയി, ചില വീഡിയോ 500 പോയി, കുറേ വീഡിയോസ് 300, 200, 20 വരെ പോയിട്ടുള്ള വീഡിയോ ഉണ്ട്. അപ്പോൾ അങ്ങനെ പോയി നിൽക്കുന്ന ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്ന 1000 സബ്സ്ക്രൈബേഴ്സും 4000 മണിക്കൂറും കംപ്ലീറ്റ് ആക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ ഈ ഒരു 10 മില്യൺ വ്യൂസ് 3 മാസത്തിനുള്ളിൽ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡെയിലി വ്യൂസ് കുറവാണെങ്കിലും 10 മിനിറ്റ്സ് എബോവ് ഒരു ലോങ് വീഡിയോ കുഴപ്പമില്ലാത്ത കണ്ടൻറ്റും കാര്യങ്ങളായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ 1-2-3 മാസത്തിനുള്ളിൽ കറക്റ്റ് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും. പിന്നെ ഡെയിലി ഷോർട്സ് അപ്ലോഡ് ആക്കി കഴിഞ്ഞാൽ നമുക്ക്, എന്താ പറയുക, സബ്സ്ക്രൈബേഴ്സിനും കിട്ടും. പിന്നെ ഭാഗ്യത്തിന് നമുക്ക് അതൊന്ന് വൈറലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഷോർട്സിൽ കൂടെ തന്നെ 10 മില്യൺ വ്യൂസും കിട്ടുക, സബ്സ്ക്രൈബേഴ്സും കിട്ടുക. പക്ഷേ അത് ഭയങ്കര പാടായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ പറഞ്ഞ് മോണിറ്റൈസേഷൻ പെട്ടെന്ന് കംപ്ലീറ്റ് ആവാൻ നമ്മൾ ലോങ് വീഡിയോ ഡെയിലി അപ്ലോഡ് ആക്കണം, 10 മിനിറ്റ്സ് എബോവ് എന്ന് പറയാൻ കാരണം കേട്ടോ. പിന്നെ ഈ ഒരു മോണിറ്റൈസേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനേക്കാളും വലിയ പാടായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് $10. ഈ ഒരു $10 നമ്മളുടെ ഗൂഗിൾ ആഡ്സെൻസിൽ വന്നാലാണ് നമുക്ക് പിൻ നമ്പർ കിട്ടുള്ളൂ, പിന്നെ പോസ്റ്റിലൂടെ വരുള്ളൂ. അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ഷോർട്സ് ആണ് ഇടുന്നത് വെച്ചാൽ ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ വ്യൂസ് ഒന്നും ഉണ്ടാവില്ല. ഏകദേശം ഒരു 5K 10K ഒക്കെ ആണെങ്കിൽ ഈ ഒരു 10Kക്ക് നമുക്ക് കിട്ടുന്നത് ഏകദേശം $0.10 എന്ന് പറഞ്ഞാൽ ഏകദേശം $1 ആവാൻ പിന്നെയും നമുക്ക് $0.90 കൂടി വരേണ്ടി വരും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ $10 ആവാൻ ഒരുപാട് സമയം എടുക്കും. ആ സമയം നമ്മളൊരു ലോങ് വീഡിയോ അതായത് 1K പോവുകയാണെങ്കിൽ 10 മിനിറ്റ്സ് എബോവ് ഉള്ളതാണെങ്കിൽ അവിടെ $1 കിട്ടും. അപ്പോൾ ഒരു 10 വീഡിയോ ഇട്ടാൽ തന്നെ നമുക്ക് എന്തായി, $10 കിട്ടാൻ ഭയങ്കര സിമ്പിളായിട്ട് കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ 10 മിനിറ്റ്സ് എബോവ് ഉള്ള ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ എന്നുള്ള വാച്ച് അവർ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാനും, അതേപോലെ ഈ ഒരു $10 മോണിറ്റൈസേഷന് ശേഷം $10 അതായത് പിൻ നമ്പർ കിട്ടാനുള്ള $10 കിട്ടാനും വളരെ ഉപകാരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്സ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാനും പിന്നെ ചിലതങ്ങ് പ്രതീക്ഷിക്കാതെ വൈറലാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഒരുപാട് വ്യൂവേഴ്സിനെ കിട്ടും. പക്ഷേ ഈ ഒരു വ്യൂസൊന്നും നമുക്ക് ശരിക്കും പറഞ്ഞാൽ, എനിക്ക് 6500 വ്യൂസ് ഞാൻ ഈ ഒരു 3 വർഷം ഷോർട്സ് ഇട്ടിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. ലോങ് വീഡിയോ എനിക്ക് ഞാൻ ഇട്ട സമയത്ത് 1-2 വീഡിയോ 16K 20K അങ്ങനൊന്നും, ഒരു കുറച്ച് വിരലിലെണ്ണാവുന്ന വീഡിയോസ് മാത്രമാണ് പോയിട്ടുള്ളത്. ഇപ്പോൾ 1K ഒക്കെ പോണത് 2 മിനിറ്റ്സ്, ആകെ 2 മിനിറ്റ് 3 മിനിറ്റ് അങ്ങനെയുള്ള വീഡിയോ ആണ്. അപ്പോൾ അതിനൊക്കെ അങ്ങനെയൊക്കെ ആകുമ്പോൾ വളരെ ഏണിങ്സ് കുറവാണ്. അതുകൊണ്ട് ഈ ഒരു $10 എന്നുള്ളതാവാനായിട്ട് ഭയങ്കരമായിട്ട് ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം ആദ്യം മോണിറ്റൈസേഷനിൽ സബ്സ്ക്രൈബേഴ്സ് ഷോർട്സ് ഇട്ടുകൊണ്ട് കവറായാലും വാച്ച് അവേഴ്സ് ഈ പറഞ്ഞ പോലെ ഷോർട്സിൽ നിന്ന് അത് ഇതാക്കില്ലല്ലോ, അവർ കൗണ്ട് ചെയ്യില്ലല്ലോ. അതായത് ഷോർട്സിൻ്റെ വാച്ച് അവർ കംപ്ലീറ്റ് നോക്കൂല. പിന്നെ 10 മില്യൺ വ്യൂസ് ആയിട്ടില്ല എനിക്ക്. അപ്പോൾ ലോങ് ഇട്ടാൽ മാത്രമേ എൻ്റെ വാച്ച് അവർ
കംപ്ലീറ്റ് ആവുള്ളായിരുന്നു. അത് ഞാൻ ഒരു മാസത്തിൽ 2 ലോങ് വീഡിയോ ഒക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആ 2 വീഡിയോ ഇട്ട് 2 മിനിറ്റിന് 2 വീഡിയോ 2 പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ അത് വൈറലായാൽ മാത്രമല്ല എനിക്ക് അതും 100-200K പോയാലാണ് അതിൽ നിന്ന് വാച്ച് അവേഴ്സ് എനിക്ക് കിട്ടുള്ളായിരുന്നു. പക്ഷേ 10 മിനിറ്റ്സ് എബോവ് ഉള്ള വീഡിയോ ആണ് ഞാൻ ഇട്ടിരുന്നെങ്കിൽ ഈ എൻ്റെ ഒരു 20K പോയൊരു വീഡിയോ 1-2 വീഡിയോ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് എനിക്ക് വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആക്കാമായിരുന്നു. പക്ഷേ അത് 2 മിനിറ്റ് ആയതുകൊണ്ട് അതും പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഡെയിലി ഇട്ടുകൊണ്ടിരിക്കുക. ഡെയിലി ഇട്ട് കഴിഞ്ഞാൽ 100 വ്യൂസ് ആണെങ്കിലും അതങ്ങനെ കൂടി നമുക്ക് വാച്ച് അവേഴ്സ് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും. പിന്നെയെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ $10 ആവാനും നമ്മളെപ്പോഴും ലോങ് വീഡിയോ തന്നെ അപ്ലോഡ് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഒരു 100K വ്യൂസിന് നമുക്ക് ആകെ കിട്ടുക ഷോർട്സിനും $1. അപ്പോൾ 10 മിനിറ്റ്സ് എബോവ് ഉള്ള ഒരു വീഡിയോ ആണെങ്കിൽ 100K വ്യൂസ് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് കിട്ടുക $100. അപ്പോൾ $100 കംപ്ലീറ്റ് ആവാനും ഈ ഒരു ലോങ് വീഡിയോ തന്നെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക അല്ലേ. അപ്പോൾ ഏതൊരു കാര്യത്തിനും യൂട്യൂബിൽ മോണിറ്റൈസേഷനിൽ കഴിഞ്ഞിട്ട് നമ്മുടെ പെട്ടെന്ന് നമുക്ക് ഇൻകം കിട്ടാനും നമുക്ക് എല്ലാ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കാനും നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ ലോങ് വീഡിയോ അപ്ലോഡ് ആക്കിക്കൊണ്ടിരിക്കുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ലോഡ് ആക്കിക്കൊണ്ടിരിക്കുക. പിന്നെ നല്ല തംബ്നെയിലും ടൈറ്റിലും കൊടുക്കുക. പിന്നെ ടാഗും കാര്യങ്ങളൊക്കെ കറക്റ്റ് കൊടുക്കുക. എനിക്കെന്ന് പറയുമ്പോൾ ഞാനിവിടെ ഇവിടെ കറക്റ്റ് കുക്കിങ്ങും കാര്യങ്ങളുള്ളൂ. ഹസ്ബൻഡ് സൺഡേ ആണ് ഒഴിവുള്ളത്. അപ്പോൾ ആ ഒരു സൺഡേസിൽ മാത്രമാണ് പുറത്തു പോകുള്ളൂ. അപ്പോൾ ഒരുപാട് കണ്ടൻറ്റും കാര്യങ്ങളും കിട്ടാത്തതുകൊണ്ടാണ് എനിക്കങ്ങനെ വീഡിയോസ് ഇടാൻ പറ്റാത്തത്. ചിലർക്ക് ഈ യൂട്യൂബ് എന്ന് പറയുമ്പോൾ വരുമാന മാർഗ്ഗമായിട്ടൊക്കെ കാണുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുക മാത്രമല്ല ലോങ് വീഡിയോ അപ്ലോഡ് ആക്കുക. ഷോർട്സ് പിന്നെ ആളുകളിലേക്ക് എത്തിപ്പെടാനായിട്ട് നമ്മൾ ഷോർട്സ് അപ്ലോഡ് ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെയൊക്കെ ഇപ്പോൾ അൽഹംദുലില്ലാ മാഷാഅല്ലാ എനിക്ക് പിൻ ലെറ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമായി. എന്നാലും ഈ ഒരു $10 ആവാൻ തന്നെ ഞാൻ ഡെയിലി ഇടുന്നുണ്ടായിരുന്നില്ല. ഓൾട്ടർനേറ്റീവായിട്ട് അതായത് ഇന്നിട്ട നാളിടില്ല മറ്റന്നാളിടും. അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ടാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് ലോങ് വീഡിയോ. ഷോർട്സ് പിന്നെ ഞാൻ ഡെയിലി 3 ഒക്കെ വെച്ചിട്ടിടുമായിരുന്നു. പക്ഷേ ചില വീഡിയോ മാത്രമാണ് ഒരു മാസത്തിലൊരു 4 വീഡിയോ ഒക്കെയാണ് 5K 10K ഒക്കെ പോകുന്നത്. അത് അങ്ങനെ പോയിട്ട് എനിക്ക് കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം ആ ഒരു 10K പോയ വ്യൂസ് പോയ വീഡിയോക്കൊക്കെ $0.1 മാത്രമാണ് എനിക്ക് വ്യൂസ് കിട്ടിയിട്ടുള്ളത്. വ്യൂസ് അല്ല ഡോളർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങനെ പോയിട്ട് എനിക്ക് 10K ആവാൻ ഒരുപാട് ടൈം എടുത്തു. അപ്പോൾ അത് ലോങ്ങിൽ നിന്ന് തന്നെയാണ് കറക്റ്റ് നോക്കിയപ്പോൾ ആ ഒരു ഇത് നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റ് മനസ്സിലായത് ലോങ് വീഡിയോയിൽ തന്നെയാണ്. ലോങ് വീഡിയോ 10 മിനിറ്റ്സ് മേലുള്ള 1-2 വീഡിയോ ഉണ്ട് എൻ്റെ അടുത്ത്. അതിന് എനിക്ക് കറക്റ്റ് 500 വ്യൂസൊക്കെ ഉള്ളതിന് $0.50 വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലോങ് വീഡിയോ തന്നെ ഇടാനായിട്ട് ശ്രമിക്കുക. യൂട്യൂബിൽ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ ഡെയിലി ലോങ് വീഡിയോ തന്നെ അപ്ലോഡ് ആക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ ഇപ്പം എനിക്ക് പിൻ ലെറ്റർ വന്നപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയിപ്പം $100 ആവാൻ ഞാൻ എത്രത്തോളം ലോങ് വീഡിയോ ഇടണമെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് കണ്ടൻറ്റും കാര്യങ്ങളും കറക്റ്റ് കിട്ടുന്നില്ല. പിന്നെ ഡെയിലി കുക്കിങ്ങും കാര്യങ്ങളാകുമ്പോൾ ആളുകൾക്ക് ബോറടിക്കും. കാരണം ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. പണ്ടത്തെ പോലെ ഒരു 5 വർഷം മുമ്പ് എൻ്റെ അനിയത്തി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എനിക്ക് നന്നായി സംസാരിക്കാൻ അറിയുന്നല്ലേ. അന്ന് എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഞാൻ ഫേസ് കാണിച്ച് അങ്ങനെ ചെയ്യാൻ എനിക്ക് അതിലൊക്കെ ഒരു ഭയങ്കര മടിയായിരുന്നു. അങ്ങനെ ഫേസ് കാണിച്ച് ചെയ്യുന്നത് അങ്ങനെ മോശമായിട്ടുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. ഓരോരുത്തരും ഇഷ്ടമില്ല. പക്ഷേ എനിക്ക് ഫേസ് കാണിക്കുന്നതിനോട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. പിന്നെ വീഡിയോ വ്ളോഗ് എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു എന്തോ പോലായിരുന്നു. ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ മോശമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റാരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മനസ്സാക്ഷിനും അള്ളാഹിനെ മാത്രം ബോധിപ്പിച്ചാൽ മതി. ഞാനിപ്പോൾ ഇതിൽ കറക്റ്റ് എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളും ഇടുന്നുണ്ട്, പുറത്ത് പോകുന്നത് ഇടുന്നുണ്ട്, വേറെ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഞാനങ്ങനെ വോയിസ് കൊടുക്കാനൊക്കെ ആദ്യത്തിൽ എനിക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഞാനൊന്ന് കുഴപ്പമില്ല, അതും വലിയ നന്നായിട്ടൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലൊന്ന് വോയിസൊക്കെ ഇട്ട് തുടങ്ങിയത് അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് ഒരുപാടൊന്നും കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ $100 ആവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും. എന്നാലും കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാ നല്ല വീഡിയോസായിട്ട് വരണ്ട്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ.